സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, എന്ത് പറയണം എന്നെനിക്കറിയില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്ത് പറയുന്നതൊക്കെ കുഴപ്പങ്ങളായിട്ട് പോകുന്നുണ്ട്. അപ്പോ അത് ആവേശത്തോട് പറയുന്നത് ഇവര് വൈറലാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു, ചോദിച്ചതിനോട് എന്തെങ്കിലും ഉണ്ടാവുമോ? ഞാൻ ഒന്നും ഉണ്ടാവില്ല, പൊയ്ക്കോ, ഇന്നൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞവരോട്. ഇത് മീര എന്നോട് ആദ്യം ഇത് തീരുമാനിക്കുന്ന സമയത്ത്, ഒരു ഐഡിയ ഇടുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ മമ്മൂക്കയെ കുറിച്ച് ഒരു സോങ് ചെയ്യാൻ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയാതെ പെട്ടെന്ന് ഞാൻ ചോദിച്ചത് എന്തിന് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അതുകൊണ്ട് മമ്മൂക്കൊക്കെ ഒരു പ്രയോജനമില്ല, മീരക്കൊരു പ്രയോജനമില്ല, പിന്നെ എന്തിന് ഇത്? അതല്ല, അതിൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആഗ്രഹമാണ് നല്ല കാര്യം. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ്. അപ്പൊ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തൊരു പാട്ടാണ് അവിടെ. അതാണ് ഞാൻ വരാനുള്ള കാരണം. ആ പാട്ട് ഞാൻ കേട്ടു, എൻ്റെ അഭിപ്രായമൊക്കെ ഞാൻ പറയുകയും ചെയ്തു, അതുപോലെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോ ഈ കാശ് പോണെങ്കിൽ പോട്ടെ എന്ന് വെച്ച് മുടക്കാൻ ഒരു ചങ്കൂറ്റുള്ള പ്രൊഡ്യൂസറെ കിട്ടി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. മജീദായിരിക്കും മജീദ് കാണാൻ വേണ്ടി വരും. മജീദ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മജീദ്. സംസാരിക്കാൻ മൈക്ക് കൊടുത്താലേ എനിക്ക് എന്റെ കാശ് തരൂല എന്ന് പുള്ളി പറഞ്ഞേക്കണം, ഞാൻ അതിന് കുതിരുന്നില്ല. മജീദിനാണ് ഈ വർഷം ധീരതക്കുള്ള അവാർഡ് കൊടുക്കുന്നത്. പക്ഷെ മീര പറഞ്ഞു യൂട്യൂബിൽ നിന്ന് വാങ്ങിച്ചു തരാന്ന്. പക്ഷെ ആ ട്യൂബ് എവിടെയൊന്നും നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ തമാശ പറഞ്ഞാണ് മീര. അപ്പോ മജീദ് എല്ലാ കാര്യങ്ങൾക്കും കലാകാരന്മാർക്ക് വളരെ സഹായം ചെയ്യുന്ന ഒക്കെ ഒരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വിദേശ മലയാളിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. പിന്നെ മീരയുടെ ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണത്, മമ്മൂക്ക എന്ന് പറയുന്ന തൻ്റെ ഇഷ്ടപുരുഷനെ, ഇഷ്ടനായകനെ, അത് തന്നെ ഇഷ്ടപുരുഷൻ തന്നെയാണ്, ഇഷ്ടനായകനെ കുറിച്ചൊരു പാട്ട്. മീര എന്നാണ് പേര്, അപ്പുറത്ത് കൃഷ്ണനാണ് വേണ്ടത്. ഇന്ന് കൃഷ്ണാഷ്ടമിയാണ്, പക്ഷെ അപ്പുറത്തെ കൃഷ്ണൻ മമ്മൂട്ടിയായി പോയി നോക്കണം. നാളെ മമ്മൂക്കയുടെ പിറന്നാളാണ്. അപ്പൊ എന്തുകൊണ്ടും ഒരു യോജിച്ച ദിവസം തന്നെയാണ് ഈ പാട്ട്. ഈ എന്നും ഇഷ്ടം മമ്മൂക്ക എന്നുള്ള പാട്ട് റിലീസ് ചെയ്യാൻ എന്നെ തന്നെ ആദ്യം തന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരുത്തിനെ കൊണ്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്യിക്കാൻ വിളിച്ചതിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. വളരെ സന്തോഷം. മീര ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ, കൊച്ചുനാളിലെ എഴുന്നേൽക്കം മുതൽ കാണുന്നൊരു കുട്ടിയാണ്. മീരൻ്റെ നാട്ടുകാരിയാണ്, അയൽവാസിയാണ്. പറവൂരെ രണദിവ്യ എന്ന് പറയുന്നത് ജീവിച്ചിട്ടില്ല. രണദിവ്യ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികൻ അതായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികരിൽ ഒരാളായിരുന്നു ശ്രീ രണദിവ്യ. അദ്ദേഹത്തിൻ്റെ മകളാണ്. ഇപ്പൊ കുട്ടിക്കാലത്ത് എനിക്കറിയാം. അപ്പോൾ ഇത് വളരെ നന്നായി തന്നെ വരട്ടെ എന്ന് ദൈവവിശ്വാസി അല്ലാത്ത ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.